ഓക്കെ 3,25,000 രൂപയ്ക്ക് 2015 റിറ്റ്സ് ZDI വണ്ടി എടുക്കാം. നല്ല വൃത്തിയുള്ള വണ്ടി. മോഡൽ 11 പറഞ്ഞ 2,40,000 രൂപയ്ക്ക് 11 മോഡൽ ഡീസൽ വണ്ടി എടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് വലിയ ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക്. പിന്നെ എന്താ നമുക്ക് ഇതിന് പ്രൈസ് വരുന്ന 10-ന്? ഇത് നമുക്ക് 2,38,000 രൂപ കൊടുക്കാം. 2,38,000. അത് കുറെ ഉണ്ടാവോ? ഇതെങ്ങനെ ചെറിയ ഇത്രയും ക്വാളിറ്റി ഉണ്ടെന്ന് നോക്കി ടയർ നോക്കി. അതെ ടയർ ഭാഗങ്ങളും എല്ലാ ഭാഗങ്ങളും പുതിയ 4 ടയർ കിടക്കുന്നത്. ജാക്കിന്റെ 4 ടയറും പുതിയതാ അല്ലേ? 25 കിലോമീറ്റർ മൈലേജ്. AC എല്ലാം വർക്ക് നല്ല തണുപ്പാണ്. നല്ല തണുപ്പുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നല്ല കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉള്ള ഒരു ഡീസൽ വണ്ടി നോക്കിക്കോളൂ. ഓക്കെ. അപ്പൊ 2,80,000 ചോദിക്കുന്നത്. ഒരു 50,000 രൂപ നിങ്ങൾക്ക് ഇത് ഇറക്കിക്കൊണ്ട് പോകാട്ടോ. എല്ലാ വണ്ടി നിങ്ങൾ ഏകദേശം 50 to 1 ഇടയിൽ കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ട് പോകാം അല്ലേ? തീർച്ചയായിട്ടും. ഇത് നമുക്ക് 2,25,000 എന്തെങ്കിലും നെഗോഷ്യബിൾ ആണ്. കുറയൂ അല്ലേ? ഓക്കെ. 2,25,000 രൂപ നെഗോഷ്യബിൾ പ്രൈസിൽ എടുക്കാം. ഇന്റീരിയറും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തായാലും അത്യാവശ്യം മൈലേജ് കിട്ടും അല്ലേ? ശരിക്കും ലോ ബഡ്ജറ്റ് കാറുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വരേണ്ടത് അല്ലെങ്കിൽ വന്നിട്ടേ പോകാവുള്ളൂ എന്ന് ഞാൻ നിർബന്ധം പറയുന്ന ഒരു സ്ഥലമുണ്ടോ നമ്മുടെ ബെസ്റ്റ് യൂസ്ഡ് കാർസ്. തിരൂരിന്റെയും താനൂരിന്റെ ഇടയ്ക്ക് വട്ടത്താണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ലോ ബഡ്ജറ്റ് വണ്ടികൾ കാണിച്ചിട്ടുള്ള ഒരു ഷോറൂമാണ് ശരിക്കും ഇവരുടെ ബെസ്റ്റ് യൂസ് കാർസ്. നമ്മുടെ മുസ്താക്ക. നിങ്ങൾക്ക് ഏറ്റവും വിലക്കുറവിൽ ഒരുപാടധികം മഴക്കാല വണ്ടികൾ, അതായത് മഴക്കാല വണ്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ബഡ്ജറ്റിൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ വണ്ടികൾ ഇവിടെ കയറിയിട്ടുണ്ട് കേട്ടോ. മുസ്താക്ക, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ചധികം ചെറിയ വണ്ടികൾ കാണിച്ചാലോ? തീർച്ചയായിട്ടും. എപ്പോഴും നമ്മൾ കാണിക്കുന്ന പോലെ തന്നെ വില കുറയ്ക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. മാക്സിമം വില കുറച്ച് അല്ലേ? അതായത് മഴക്കാലത്ത് ബൈക്കിന് പകരം ഒരു ഫാമിലിക്ക് 5 പേർക്ക് പോകാൻ പറ്റുന്ന വണ്ടികൾ 50,000 അല്ല 45,000 രൂപ മുതലുള്ള വണ്ടികൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിലുണ്ട്. ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിലും ഷെയർ ചെയ്തിട്ട് കണ്ടോളൂ. അപ്പോൾ ലോ ബഡ്ജറ്റ് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരമാവും. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് ഇത് മുന്നങ്ങ് തുടങ്ങാം അല്ലേ? അപ്പോൾ എന്നാലും നമുക്ക് ആദ്യത്തെ വണ്ടി വാഗണർ തന്നെ തുടങ്ങാം കേട്ടോ. വാഗണർ നല്ല റെഡ് കളർ വണ്ടിയാണ്. ഇത് ഏതൊക്കെ മോഡൽ? ഇത് 2010 നല്ല ക്വാളിറ്റി വണ്ടിയാണ്. 2010 വണ്ടിയാ? നല്ല വണ്ടി. അടിപൊളി. അതെ, ഇത്രയും വൃത്തിയുള്ള 10 വണ്ടിയൊക്കെ കാണൽ കുറവാണല്ലേ? അതെ. പിന്നെ പുതിയ ടയറാണ്. 4 പുത്തൻ ടയറുണ്ട്. ഏകദേശം ഒരു 20,000 രൂപ നമുക്ക് അവിടെ ലാഭം കിട്ടും. പിന്നെ 2010 ഓട്ടോ എത്രയാ? ഓട്ടോ 83,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിനാ? അതെ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അതെ അല്ലേ? അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാട്ടോ. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ. ഇത് VXI 60,000 കിലോമീറ്റർ ആട്ടോ. 60? ഓ, 60 ഓടിയിട്ടുള്ളൂ അല്ലേ? 60 ഈ 10 60 ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ. സർവീസ് ചെക്ക് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം അല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ. പിന്നെ എന്താ നമുക്ക് ഇതിന് പ്രൈസ് വരുന്ന 10-ന്? ഇത് നമുക്ക് 2,38,000 രൂപ കൊടുക്കാം. 2,38,000. അത് കുറെ ഉണ്ടാവോ? ഇതെങ്ങനെ ചെറിയ ഇത്രയും ക്വാളിറ്റി ഉണ്ടെന്ന് നോക്കി ടയർ നോക്കി. അതെ ടയർ ഭാഗങ്ങളും എല്ലാ ഭാഗങ്ങളും പുതിയ 4 ടയർ കിടക്കുന്നുണ്ട്. ജാക്കിന്റെ 4 ടയറും പുതിയതാ അല്ലേ? ഓക്കെ. പിന്നെ വണ്ടി റീപ്ലേസ് ഇല്ല, വലിയ മേജർ ടച്ചപ്പ് ഒന്നുമില്ല. അതായത് VXI ആയതുകൊണ്ട് തന്നെ 4 ഡോർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വരും. 2010 ആണ് എങ്കിലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ 15 പറയുള്ളൂ അല്ലേ? 2,38 നോക്കിക്കോളൂ. ഇനി ഇതാണെങ്കിലൊക്കെ ഇത് 2011. ഇതേമാതിരി ഇത് റീപ്ലേസ് ഒന്നുമില്ല. ഇത് റീ വണ്ടിയാ? കർണാടക ഇങ്ങോട്ട് നമ്പർ ആയതാണ്. കർണാടക അല്ലേ? പക്ഷെ ഇതിന്റെ ഇന്റീരിയർ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ക്വാളിറ്റി വണ്ടി. അതെ. ഓട്ടോ എത്രയാ? ഓട്ടോ 1,31,000 കിലോമീറ്റർ. സർവീസ് കറക്റ്റ് ഉണ്ട്. ഗ്ലാസുകളൊന്നും മാറിയിട്ടില്ല. ഓക്കെ. 2011 ആലോചിക്കണം. 1,30 സംതിങ് വലിയ ഓട്ടോ അല്ല. അത് ജെനുവിനാന്ന് പറയാൻ പറ്റുമോ? അത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇവിടെ അടുത്ത ഷോറൂം ഉണ്ട്, ചെക്ക് ചെയ്തെടുത്താൽ മതി. അതെ. പക്ഷെ ഇതിന്റെ സീറ്ററും ഇന്റീരിയറും നല്ല പൈസ മുടക്കി ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? നമുക്ക് 3,18,000 രൂപ കൊടുക്കാം. 3,18,000 കുറെ ഉണ്ടാവുമല്ലോ അല്ലേ? ചെറിയ മാറ്റം. ഓക്കെ. എന്തായാലും നമ്മുടെ ആൾക്കാർക്ക് മാക്സിമം കുറച്ച് തരും. 3,18,000 ആസ്കിംഗ് പ്രൈസ് ആണ്. ഡീസലാണ്. 25 കിലോമീറ്റർ മൈലേജ്. AC എല്ലാം വർക്ക് നല്ല തണുപ്പുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നല്ല കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉള്ള ഒരു ഡീസൽ വണ്ടി നോക്കിക്കോളൂ. ഞാൻ വേഗം പറഞ്ഞു പോകും. കുറച്ച് അധികം വണ്ടി കാണിക്കാണ്ട്. അതുപോലെ തന്നെ മഴ വലിയ പ്രശ്നമാണ് അല്ലേ? ഇനി I20 ആണെങ്കിലോ? ഇത് 2013 വണ്ടിയാണ്. 13 ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഡീസലാ? ഡീസൽ. ഓക്കെ. 2013 സെക്കൻഡ് ഓണർഷിപ്പ്, എലൈറ്റ് ഷേപ്പിലുള്ള ഡീസൽ വണ്ടി. ഫുൾ ഓപ്ഷനാ? അതെ, ഫുൾ ഓപ്ഷൻ. ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്നത്. അടിപൊളി. അതായത് കീലസ് എൻട്രി ബട്ടൺ സ്റ്റാർട്ടും വരും. ഇന്റീരിയർ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ കാണിച്ച 3 വണ്ടീന്റെ ഇന്റീരിയർ കിഡിലെന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇതെന്തായാലും നല്ല വൃത്തിയുണ്ട്. ഇന്റീരിയർ നല്ല അടിപൊളി സീറ്റൊക്കെ ചെയ്തതാണ്. മാനുവൽ ആണ്. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം വരും അല്ലേ? വരുന്നുണ്ട്. ഇത് നമുക്ക് എന്ത് പ്രൈസ് വരും? ഇത് നമുക്ക് 2,80 കൊടുക്കാം. 2,80 കൊടുക്കാം അല്ലേ? എന്തായാലും 2 ലക്ഷം രൂപ സുഖമായിട്ട് ലോൺ കയറില്ലേ? 2,15 വരെ കിട്ടും അല്ലേ? ഓക്കെ. അപ്പൊ 2,80 ചോദിക്കുന്നത്. ഒരു 50,000 രൂപ നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോവാട്ടോ. ഇനി പോളോ റെഡ് ഏതാ മോഡല്? ഇത് 2011-12 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 11-12 രജിസ്ട്രേഷൻ. അതായത് 1.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന വണ്ടിയാണ് കേട്ടോ. ഇതിന്റെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇന്ന് നമ്മൾ കാണിക്കുന്ന ഒരുവിധം വണ്ടികളുടെ എല്ലാം ഇന്റീരിയർ കിട്ടും അല്ലേ? ഇത് നല്ല ഇന്റീരിയറിലാണ്. നല്ല അടിപൊളി സീറ്റൊക്കെ ഡോക്ടർ യൂസ്ഡ് വണ്ടിയാണ്. ഡോക്ടർ യൂസ്ഡ് എന്താ ആയിക്കോട്ടെ, അത് നമുക്ക് പറയണ്ട. വണ്ടിന്റെ ക്വാളിറ്റി കിട്ടുമല്ലേ? പിന്നെ റെഡ് കളർ വണ്ടിയും കൂടി ആണ്. ഈ വണ്ടിയൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള എൻക്വയറി ഉള്ള വണ്ടിയാണ്. അലോയ് വീൽ ഉണ്ട്. ഹൈലൈനാ?
അതെ അതെ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 1.18 ഓടി. 1.18. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ലല്ലോ? കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ ഓരോ വണ്ടിക്ക് മേജർ ആക്സിഡന്റ് ചോദിക്കാത്ത നിങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്നോട് ഇല്ല തീർച്ചയായിട്ടും. ഓക്കെ. പിന്നെ വേറെ ഒരു അപാകതയില്ല? ഇല്ല. ഈ ഓരോ വണ്ടിക്ക് ലോണും ചിലപ്പോൾ പറയൂല, എല്ലാ വണ്ടി നിങ്ങൾ ഏകദേശം ഒരു 50 to 1 ഇടയിൽ കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ട് പോകാം അല്ലേ? തീർച്ചയായിട്ടും. ഇതുപോലെ അത്യാവശ്യം ഒരു 1.5-1.25 2 ലക്ഷത്തിനുള്ളിൽ ലോൺ കിട്ടും. എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് 2.60 2.5 കൊടുക്കാം. 2,50,000 രൂപയ്ക്ക് 2011-12 റെഡ് കളർ പോളോ കിട്ടും. സെയിം സാധനം ഒരെണ്ണോട് ഉണ്ട്. ഇതോ? ഇത് 2014. ഇത് ഹൈ ക്വാളിറ്റി വണ്ടിയാണ്, കമ്പനി സർവീസ് ആണ്. 14 അല്ലേ? 1.16 ഓടിയിട്ടുണ്ട്. 1.16 ഒക്കെ ജെനുവിൻ ആയിരിക്കും. കിലോമീറ്റർ. ഇത് ഹൈലൈനാ? 4 ടയറും ഏകദേശം 90% ഉണ്ട് കേട്ടോ. മേജർ ആക്സിഡന്റ് ഇത് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? ഓക്കെ. ഇന്റീരിയർ മോശമൊന്നുമില്ല, കമ്പനി സാധനമാണ്, പക്ഷെ വൃത്തിയുണ്ട് കേട്ടോ. എല്ലാവിധ ഫീച്ചേഴ്സും വരും. എന്താ പറയാ, കിലോമീറ്റർ ജെനുവിനിറ്റി ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്തെടുക്കുക. ഡീസൽ വണ്ടിയാണ്, നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. എന്ത് റേറ്റ് ഉണ്ട്? ഇത് നമുക്കൊരു 3.80 കൊടുക്കാം. 3.80. 14 അല്ലേ? ഓക്കെ. അത് കുറേ ഉണ്ടാവുമല്ലോ അല്ലേ? എന്തെങ്കിലും ചെറിയ മാറ്റം. ലോണൊക്കെ മാക്സിമം കയറില്ലേ? 3-3.25 രൂപ ലോണും കയറും അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും അതൊക്കെ നിങ്ങൾക്ക് നല്ല രസമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഇവിടെ കാണിക്കുന്ന എല്ലാം തന്നെ. ഇനി ഇതാണെങ്കിലോ പോളോ? 2011 വണ്ടി. 2.25 ലക്ഷം രൂപ കൊടുക്കാം. 11 പോളോ 2.25. ഇതും 1.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.31 ജെനുവിനാണോ നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. അതെ, എല്ലാ വണ്ടി ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ. അതിപ്പോ എവിടെയാണെങ്കിലും ഈ പഴയ മോഡൽ വണ്ടികളൊക്കെ ചെക്ക് ചെയ്യാണ്ട് എടുക്കരുത്. പോരാത്തതിന് പോളോ ഒക്കെ അത്യാവശ്യം പൈസ വർക്ക് വരുന്ന വണ്ടികളാണ്. അതെ അതെ, പൈസ ഇറങ്ങുന്ന സാധനമാണ്. പക്ഷെ എന്നിരുന്നാലും അത്രയൊന്നും ഇല്ല, നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇന്റീരിയർ ഒന്ന് വൃത്തിയാക്കണം. ഇതിൽ ലേശം ഇന്റീരിയർ സീറ്റ് കവർ ഒന്ന് ചെയ്യണം അല്ലേ? ഓക്കെ. അപ്പൊ കുറെ നേരം നല്ല വണ്ടി കാണിച്ചപ്പോൾ അഹങ്കാരമായി പോയി. അപ്പോൾ ഒരെണ്ണം കുറച്ച് മോശമുള്ള കാണിച്ചാട്ടോ, നിങ്ങൾ നോക്കിക്കോളൂ. ഇത് എന്താ പറയുക, വില പറഞ്ഞേ? ഇത് നമുക്ക് 2.25. 2.25 നെഗോഷ്യബിൾ ആണ്. കുറയൂല്ലേ? ഓക്കെ. 2,25,000 രൂപ നെഗോഷ്യബിൾ പ്രൈസിൽ എടുക്കാം. നല്ലൊരു ഡീസൽ ഫിഗോയും കൂടി കാണിച്ചിട്ട് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇത് ഏതൊക്കെ മോഡൽ? ഇത് 2012 മോഡൽ 13 രജിസ്ട്രേഷൻ. 12 മോഡൽ 13 അല്ലേ? ഇത് പക്ഷേ ഇതിന്റെ ഇന്റീരിയർ നല്ല വൃത്തിയാട്ടോ, നല്ല സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് എൻ്റെ ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, എന്നാലും മോശമില്ല അല്ലേ? അതെ അതെ. ഇത് ഓട്ടോ ഒക്കെ എത്രയായിരിക്കും? ഇത് 1 സംതിങ് ഓടിയുണ്ട്. 1 സംതിങ് ഓടിയുണ്ട്. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഹിസ്റ്ററി ഒന്നും ഇപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. പോരാത്തതിന് ഫോർഡ് ഇപ്പൊ നിർത്തിയതും കൊണ്ടും ഇല്ലാന്നല്ല പറയുന്നത്, പക്ഷെ ചിലപ്പോൾ ഉണ്ടാവില്ല. അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുക്കുക. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്കൊരു 1.35 കൊടുക്കാം. 1.35. 1,35,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി എടുക്കാം. അതും 12 മോഡൽ 13 രജിസ്ട്രേഷൻ അല്ലേ? ഡീസൽ വണ്ടിയാണ്. ചെക്ക് ചെയ്യണം എന്നുള്ളത് വീണ്ടും പറയുന്നില്ല. ഫാൻസി നമ്പർ ഒക്കെ ഉണ്ട്. അപ്പൊ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ഇനി ഇതാണെങ്കിലോ 2016 റീ രജിസ്ട്രേഷൻ വണ്ടി. 16 റീ ആണല്ലേ? കർണാടക ആയിരിക്കും അല്ലേ? കർണാടക റീ വന്ന വണ്ടിയാണ്. പക്ഷെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണ് കേട്ടോ. മൈലേജിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. പിന്നെ നല്ല വൃത്തിയായിട്ട് ഉപയോഗിച്ചാൽ കാര്യമായ കംപ്ലൈന്റും വരില്ല. അതായത് ചെറിയ ചെറിയ വർക്ക് കാണുമ്പോൾ അത് അപ്പം ചെയ്തുകൊള്ളുക. വെച്ചോണ്ടിരുന്നാൽ നല്ല പണി കിട്ടും. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് എനിക്ക് നല്ലോണം അറിയാം ഇതിന്റെ ഒരു അവസ്ഥ. മൈലേജ് വേണ്ടവർ, നല്ല ഓട്ടം ഉള്ളവർ മിസ് ചെയ്യണ്ട അല്ലേ? 16 മോഡൽ റീ. നമുക്ക് ഇത് ഓട്ടോ എത്രയുണ്ട്? ഇത് 1 സംതിങ് ആണ് കാണുന്നത്, അറിയില്ല. ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. എത്രക്ക് കൊടുക്കാം? ഇത് നമുക്ക് 2.25 ലാസ്റ്റ് കൊടുക്കാം. 2.25. 2,75,000 രൂപയ്ക്ക് 16 റീ വണ്ടിയാണ് കേട്ടോ. അത് നിങ്ങൾ ചെക്ക് ചെയ്യണം, ചെക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ. നല്ലൊരു റിറ്റ്സും കൂടി കാണിച്ചു തരാം. റിറ്റ്സ് ഡീസൽ ആക്കാം. ഡീസൽ. ഏതാ മോഡല്? ഇത് 2015 മോഡല്. 15 ആണ്. അത് ഫുൾ ഓപ്ഷൻ വണ്ടി. അലോയ് വീൽസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രസമുള്ള ഇന്റീരിയർ, നല്ല ക്വാളിറ്റി സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓട്ടോ എത്രയാ? ഇത് 1.12 ഓടി. 1.12 ഓടി. ജെനുവിൻ ആയിരിക്കും അല്ലേ? 99% ജെനുവിൻ. ഓക്കെ. 15 കൂടിയാണല്ലോ അല്ലേ? മോഡൽ കൂടിയ റിറ്റ്സ് ആണ് കേട്ടോ. ഇത് നമുക്ക് എന്ത് പ്രൈസ് വരും? ഇത് നമുക്കൊരു 3.25 രൂപ കൊടുക്കും. 3.25. ഓക്കെ. 3,25,000 രൂപയ്ക്ക് 2015 റിറ്റ്സ് ZDI വണ്ടി എടുക്കാം. ഒരു നല്ല വൃത്തിയുള്ള കളറും കൂടിയാണ് അല്ലേ? വേറെ അപാകതകളൊന്നുമില്ലല്ലോ? പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. പിന്നെ ലോണൊക്കെ മാക്സിമം ചെയ്യാലോ അല്ലേ? ഇതിന് 3 ലക്ഷം വരെ ലോൺ കയറും അല്ലേ? ഓക്കെ. എന്തായാലും ഫണ്ടിങ് ഉള്ള വണ്ടിയാണ്, നോക്കിക്കോളൂ. ഇനി ഇതാണെങ്കിലൊക്കെ ഇത് 2013 ZDI. 13 ZDI. 13 ഫുൾ ഓപ്ഷൻ. കസ്റ്റമറുടെ ഒരു 3.25 രൂപ കൊടുക്കും. 3.25. ഇത് എത്ര ഓട്ടം? ഇത് 1.31 ഓടി. 1.31 ഓടി അല്ലേ? അതൊക്കെ നമുക്ക് ജെനുവിൻ ആണെന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ ചെക്ക് ചെയ്തെടുക്കാം. ഓക്കെ. കാര്യമായിട്ട് ഈ പഴയ വണ്ടിക്കൊന്നും നമ്മൾ അത്ര ജെനുവിൻ പറയാത്തതിന്റെ കാരണം ഹിസ്റ്ററി ഒന്നും ചിലപ്പോൾ ഉണ്ടായിക്കോണമെന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ വണ്ടിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക, വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവുക, കംപ്ലൈന്റ് ഉണ്ടോ നോക്കുക, എന്നിട്ട് മാത്രം എടുക്കുക. ഇത് ആകുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ 4 ടയറും ഏകദേശം ഒരു 80% ഉണ്ട് അല്ലേ? മഴക്കാലമാണ്, ടയറൊക്കെ നല്ലത് നോക്കി എടുത്തോട്ടോ. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓക്കെ. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. 2013 ZDI 3.25. ഇനി ഈ പഴയ മോഡൽ സ്വിഫ്റ്റ് ആണെങ്കിലോ? 2011 പിന്നെ VDI വണ്ടിയാണ്. 11 VDI. ഓട്ടം ഇത് 1 മേലെ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ? ഓക്കെ. ഡീസൽ വണ്ടി തന്നെയാണ് കേട്ടോ. മൈലേജ് കിട്ടും. ടയർ ഭാഗങ്ങൾ അത്യാവശ്യം ഫ്രണ്ട് 2 പുതിയതാണ്, ബാക്കിൽ കുറവ് ഒരു 70% ഉണ്ട് കേട്ടോ. കുറവെന്നല്ല. ഇന്റീരിയർ നല്ല വൃത്തിയുണ്ട് അല്ലേ? അതെ. പിന്നെ
വേറെ മേജർ പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്നുമില്ല അല്ലേ? മെയിൻ ക്ലാസ്സോ കാര്യങ്ങളൊന്നും മാറിയതായിട്ട് കാണുന്നില്ല. നല്ല വൃത്തിയുള്ള വണ്ടി. മോഡൽ 11 പറഞ്ഞത് 240. 2,40,000 രൂപയ്ക്ക് 11 മോഡൽ ഡീസൽ വണ്ടി എടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് വലിയ ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണെന്ന് പോളിഷ് ഒക്കെ ചെയ്ത് ഒന്നുകൂടി വൃത്തിയാവും അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. ഡീസൽ വണ്ടി 2,11 കേട്ടോ. നല്ലൊരു ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള ഒരു മാരുതി അല്ലേ? ചെറുതായിട്ടൊന്ന് പെയിന്റ് ഒക്കെ ടച്ച് ചെയ്യാൻ മൊത്തം ക്ലിയർ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇത് ഏതൊക്കെ മോഡൽ? 2007 ആണ്. 2007 വണ്ടിയാണ് അല്ലേ? ഓക്കെ, 2007 വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. ബോഡി വൈസ് വേറെ പൊട്ടലൊന്നുമില്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ പെയിന്റ് ഒന്നും ടച്ച് ചെയ്യാണ്ട് ഇന്റീരിയറും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തായാലും അത്യാവശ്യം മൈലേജ് കിട്ടും അല്ലേ? ഒരു 15ന്റെ മേലേക്ക് എന്തായാലും മൈലേജ് കിട്ടും. വണ്ടി നിങ്ങളൊന്നും ചെക്ക് ചെയ്തോളൂ കേട്ടോ. ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. പഴയ വണ്ടിയാണ്. 2007 വണ്ടി അല്ലേ? ഓക്കെ, വേറെ അപാകതകൾ ഒന്നുമില്ല. എന്ത് വില വരുന്നത്? 75 ആണ്. കുറച്ച് കൊടുക്കാം. 75,000 രൂപ മാക്സിമം നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആക്കി തരും കേട്ടോ. 75 രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്, കുറച്ച് തരും. അതുപോലെ തന്നെ ഈ നാനോ ആണെങ്കിലോ? നാനോ 2011 വണ്ടി. 11. ഓക്കെ, 11 അതായത് ഫസ്റ്റ് വണ്ടികളൊന്നും അല്ലേ? 50 താഴെ ഓടിയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? ആ വണ്ടി നല്ല വൃത്തിയുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. അതെ, ഇത് സ്റ്റാൻഡേർഡ് വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗും പവർ വിൻഡോ ഒന്നും ഉണ്ടാവില്ല. ആ ഒരു നോർമൽ കണ്ടീഷൻ. കച്ചവടക്കാർക്കൊക്കെ പറ്റൂട്ടോ. എന്തെങ്കിലും ചെറിയ കച്ചവടമൊക്കെ ചെയ്ത് ജീവിക്കാൻ നല്ല വണ്ടി. ഇത് നമുക്ക് 50,000 ഉള്ളിൽ കൊടുക്കാൻ പറ്റുമോ? 50 രൂപ കൊടുക്കാം. 50 രൂപ എന്തെങ്കിലും കുറയില്ലേ? നോക്കാം. ഓക്കെ, അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റ് നിങ്ങൾക്ക് കുറച്ചും തരും. 2011 വണ്ടിയാണ്. പേപ്പറൊക്കെ നിലവിൽ ഫിറ്റ് ആയിട്ടുള്ള വണ്ടി. ഇനി ഈ അൾട്ടീസ് ആണെങ്കിലോ? അൾട്ടീസ് ഇത് 2009 ഓട്ടോമാറ്റിക് CNG ഉള്ള വണ്ടി. ഓട്ടോമാറ്റിക് ആണല്ലേ? ഓക്കെ, 2009 അതായത് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. അതിൻ്റെ അകത്ത് വേറൊരു കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ക്രൂയിസ് കൺട്രോൾ അടക്കം വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? പിന്നെ വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ബോഡി വൈസ് ഒക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്. ഇന്റീരിയർ മോശമൊന്നുമില്ല. ഈ CNG ഒക്കെ പക്ക വർക്കിംഗ് ആണോ? മൈലേജ് കിട്ടും. മൈലേജ് എന്തായാലും ഒരു 20 താഴെ മൈലേജ് 15-നും 20-ന്റെ ഇടയ്ക്ക് എന്തായാലും കിട്ടും. ഈ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് ഒക്കെ വർക്കിംഗ് ഒക്കെ പക്കയാണല്ലോ? ചെക്ക് ചെയ്തിട്ട് അവർ ഒന്നിൻ്റെ ഉള്ളിലൊക്കെ ഓടി ഉണ്ടാവുള്ളൂ. 1 സംതിങ് ഓടി ഉണ്ടാവുള്ളൂ. മാത്രമല്ല ഈ ഓട്ടോമാറ്റിക് വണ്ടി ആകുമ്പോൾ നോർമലി കുറച്ച് മൈലേജ് കുറയുമ്പോൾ ഓട്ടം കുറയും അല്ലേ? എന്തായാലും വൃത്തിയുള്ളൊരു വണ്ടി ന്യൂ ഷേപ്പിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യാം. അതും അടിപൊളിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ. വിലയും കൂടി കേട്ടെ. 2,75,000 2,75. 2.25 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം. ലോൺ കയറി വെക്കാം. ലോണൊന്നും കിട്ടൂല അല്ലേ? കൊടുത്തോക്കാം. അതെ. ഇനി കോട്ടറജറ്റ് ആണെങ്കിലോ? ഇത് 2013 സിംഗിൾ ഓണർ കോട്ടറജറ്റ് ഇൻഡിക്ക വിസ്റ്റ. 13 സിംഗിൾ ഓണർ കോട്ടറജറ്റ് ഇൻഡിക്ക വിസ്റ്റ. നല്ല അടിപൊളി അലോയ് വീൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയർ മോശമൊന്നുമില്ല. സീറ്റ് കവർ അടിപൊളിയാണ്. ടയറും ഉണ്ട് ഏകദേശം ഒരു 70%. നല്ല രസമുള്ള അലോയ് വീൽ. അതെ, രസമുള്ള അലോയ് വീലാ. റീപ്ലേസ് ഉണ്ട്? റീപ്ലേസ് ഒന്നുമില്ല. ഈ മേജർ റീപ്ലേസ് ഉള്ള വണ്ടി നിങ്ങളൊന്ന് പറഞ്ഞ കേട്ടോ. പിന്നെ ചെക്ക് ചെയ്തിട്ട് പറയാൻ പറ്റില്ലല്ലോ, മനുഷ്യനല്ലേ. ഇവിടെ വരിക, നല്ല വണ്ടിയും ചെക്ക് ചെയ്യുക. ഈ ഇൻഡിക്കയിൽ നിങ്ങൾക്ക് AC പവർ സ്റ്റിയറിംഗും മാത്രമേ ഉള്ളൂ. പവർ വിൻഡോസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? 1,45 രൂപ കൊടുക്കാം. 1,45. 13 മോഡൽ സിംഗിൾ ഓണർ ആയതുകൊണ്ടാണ് കേട്ടോ വില. അത് നിങ്ങൾക്ക് ഇനിയും കുറച്ച് തരും. നിങ്ങൾ വരിക, സംസാരിച്ചോളുക. അതുപോലെ തന്നെ ഒരു ഇൻഡിക്കയും കൂടി ഉണ്ടല്ലോ. ഇത് 2012 വണ്ടി. 12 ആണ്. ഇത് വേരിയന്റ് ഏതാ? ഇത് TDI എഞ്ചിനാണ്. ടാറ്റയുടെ എഞ്ചിൻ അല്ലേ? ഓക്കെ, കോട്ടറജറ്റ് അല്ല. കോട്ടറജറ്റ് വരുമ്പോൾ ശരിക്കും നമ്മുടെ ഫിയറ്റിന്റെ എഞ്ചിനാണ്. ഇത് ടാറ്റയുടെ സ്വന്തം എഞ്ചിൻ. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ കംപ്ലൈൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അലോയ് വീൽസ് ഇല്ല. ഇന്റീരിയർ ഈ പറഞ്ഞ പോലെ തന്നെ AC പവർ സ്റ്റിയറിംഗും മാത്രമേ ഉള്ളൂ. പവർ വിൻഡോസ് ഇല്ല. മേജർ ആക്സിഡന്റ് റീപ്ലേസ് പ്രത്യേകിച്ച് ഒന്നുമില്ല അല്ലേ? വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അല്ലേ? ക്ലീൻ വണ്ടിയാണ് കേട്ടോ. ഇത് നമുക്ക് എന്ത് വില വരും? ഇതൊരു 1,10 കൊടുക്കാം. 1,10. 1,10,000. അത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കുറച്ചും തരും കേട്ടോ. 1,10 കോട്ടറാജറ്റ് അല്ലാത്ത TDI എഞ്ചിൻ. ഓക്കെ, ഇനി ഈ സാൻഡ്രോ ഈ എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി കേട്ടോ. ഇത് 2006 വണ്ടിയാണ്. 5 രജിസ്ട്രേഷൻ ആണ്. 5 മോഡൽ 6 രജിസ്ട്രേഷൻ. പവർ വിൻഡോ മാത്രമേ ഉള്ളൂ. ഇത് ഒരു 50 രൂപ കൊടുക്കാം. നല്ല മെക്കാനിക്കലാണ്. 50,000 രൂപ കൊടുക്കാം. അതായത് സാൻഡ്രോ നിങ്ങൾ ആരെങ്കിലും 50,000 രൂപയ്ക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഇത് എടുത്തോളൂ. ബ്ലാക്ക് വണ്ടി. 2 പവർ വിൻഡോ ഉണ്ടാവും. AC പവർ സ്റ്റിയറിംഗ് ഒരു സാധനം ഇല്ല കേട്ടോ. പിന്നെ ഇന്റീരിയർ ഒക്കെ കമ്പനി സീറ്റാണ്. നല്ല എഞ്ചിനും കാര്യങ്ങളൊക്കെ. നല്ല വൃത്തിയുണ്ട് കേട്ടോ. കാണാനും മോശമൊന്നുമില്ല. അതായത് വെറും 50,000 രൂപയ്ക്ക് കിട്ടുമ്പോൾ പിന്നെ അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ തൂക്കി വിറ്റാലും കിട്ടില്ല. നല്ലൊരു പൈസ എന്തായാലും കിട്ടും അല്ലേ? അതെ, എന്തായാലും ഓടിക്കാൻ പറ്റുന്ന നല്ല വണ്ടി കേട്ടോ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ റേറ്റ് പറഞ്ഞത്. കൊണ്ടുപോയിക്കോളൂ, നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഇനി ഈ കാണിച്ച വണ്ടികൾ ഏതെങ്കിലും വണ്ടി ഉണ്ട് അല്ലേ? കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ മുസ്താഖാനെ കോൺടാക്ട് ചെയ്താൽ മതി. മുസ്താഖ് എല്ലാം അയച്ചു തരും. അതുപോലെ തന്നെ നല്ലൊരു എന്തായാലും മഴക്കാലമൊക്കെ ആണല്ലോ, ചെറിയൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും മാക്സിമം ചെറിയ വണ്ടികളും കൊടുക്കും. തീർച്ചയായും, അതും കുറഞ്ഞ റേറ്റിൽ. പിന്നെ വേറെയും കുറേ വണ്ടികൾ ഇവിടെ ഉണ്ട്. റീൽസ് ഇട്ടിട്ടുണ്ട്, കാണാൻ മറക്കണ്ട. അടുത്തൊരു കിടിലൻ എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും